അപ്പോൾ ഇനി നമുക്ക് സ്ട്രെസ് ഫ്രീയുടെ അടുത്തൊരു സ്റ്റേജിലേക്ക് പോകാം. നമ്മൾ കുട്ടികളെ വളരെ കാഷ്വലായിട്ട് കൊണ്ടുവന്നു, ഇൻഫോർമലായിട്ട് അവരോട് നമ്മൾ സംസാരിച്ചു. ചെറിയ കുഞ്ഞുങ്ങളാകുമ്പോൾ അതേ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് അവർ ക്ലാസ്സിലേക്ക് ചെല്ലുവാണ്. അപ്പോൾ ഇനി ഞാൻ പറയുകയാണ്, വീട്ടിൽ കളിച്ചു വളർന്നൊരു കുഞ്ഞ് അമ്മയായിട്ട് മാത്രം ചിരിച്ച് കളിച്ച് അല്ലെങ്കിൽ വീട്ടിലുള്ളവരുമായിട്ട് ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് വരുന്ന കുഞ്ഞ് ഒരു 50 കുട്ടികൾ 25 കുട്ടികളുള്ളൊരു വലിയ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ആ കുഞ്ഞ് ആ സാഹചര്യമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ മാക്സിമം 10 കുഞ്ഞുങ്ങളെ ഉള്ളൊരു ക്ലാസ്സിൽ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ കുഞ്ഞ് വളരെ കംഫർട്ടബിളായിരിക്കും. ടീച്ചറിന് 10 കുഞ്ഞിനെയും പേര് വിളിച്ച് ഓരോ കുട്ടിയെക്കുറിച്ച് സംസാരിക്കാൻ പറ്റും. ഓരോ കുട്ടിയെക്കുറിച്ചും പേര് വിളിച്ച് വർത്തമാനം പറയാൻ പറ്റും. ടീച്ചറും കുഞ്ഞും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് അമ്മയും കുഞ്ഞുമായിട്ട് വീട്ടിലുള്ളതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് കുട്ടിക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതൊരു സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ളൊരു ക്ലാസ് റൂം അറ്റ്മോസ്ഫിയർ നമുക്ക് സന്ദീപനയിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ പുതിയൊരു കുഞ്ഞ് സ്കൂളിലേക്ക് വന്നു, സ്ട്രെസ് ഫ്രീ ആയിട്ട് അഡ്മിഷൻ കൊടുത്തു, സ്ട്രെസ് ഫ്രീ ആയിട്ട് അവർ ക്ലാസ്സിലേക്ക് പോയി. അവരുടെ സ്കൂൾ ജീവിതം, ആ സ്കൂളിംഗ് എന്ന് പറയുന്നത് അവിടെ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് അവിടെ തുടങ്ങുകയാണ്.